ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടിൽച്ചാസ് വേൾഡ്. അങ്ങനെ കുറേ നാളത്തിന് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യാൻ കരുതി. എന്തുകൊണ്ട് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുക സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ സാറാം അങ്ങനെ ഇന്ന് സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അവൾ കിൻഡർ ഗാർട്ടനിൽ പോയി തുടങ്ങുകയാണ്, ഫസ്റ്റ് ഇയർ കിൻഡർ ഗാർട്ടൻ. അപ്പം അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. 4 വർഷം പോയി തരുന്നേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ അവൾക്കും ഭാവിയിൽ കാണാം, ഞങ്ങൾക്കും ഇതൊരു ഓർമ്മയായിട്ട് നിൽക്കും, നിങ്ങൾക്കും കാണാം എന്ന് കരുതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ദിവസം ഓൾറെഡി സ്കൂളിൽ പോയി. അവനിന്ന് 7:30 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും സ്കൂള്. അപ്പോൾ അവനിന്ന് ഓൾറെഡി പോയി. ഇനിയിപ്പോൾ നമുക്ക് സാറാമ്മനെ വിളിക്കാം. ഓക്കെ, വായോ. സാറാമ്മ, Sharamu. Shara? Kinski Bunde? Guten Morgen. Gut geschlafen? Ja. Hä? Gut geschlafen? Leite da. Gut, Kinski Bunde. നോക്കി അമ്മേനെ നോക്കി. ഓ മൈ ഗോഡ്, എന്നിട്ട് കിണ്ടർഗാർട്ടനിൽ പോവാണോ കുഞ്ഞിപ്പെണ്ണ്? ഈ ആ ക്യാമറയെ നോക്കി. ആൻഡ് വെൽക്കം ടു ടീച്ചേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞു. ഹായ് എന്ന് പറഞ്ഞു. നോക്കി, അമ്മ വ്ലോഗ് എടുക്കുക സാറയ്ക്ക് വലിയതാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറയുടെ കിൻഡർ ഗാർട്ടനിൽ പോയ ദിവസം എങ്ങനെയായിരുന്നു കാണാൻ സാറയ്ക്ക്. നോക്കി നോക്കി അമ്മേനെ. അവിടെ താക്കരി പനിയാണ് ഇവിടെ. ഇത് നോക്കി ജേ പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞേ. പറയാടി ഒക്കപ്പിച്ചാലോ, എവിടെ ഒക്കപ്പിച്ചാലോ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനിയെല്ലാം പല്ല് ചേച്ച് റെഡിയായി സെറ്റായിട്ട് വരാം. കുട്ടി പല്ല് ചേച്ചോടി കാണിച്ചു തന്നു പല്ല്. ഓ ശുണ്ടിരി കുട്ടിയായല്ലോ. അത് നാട്ടാ കഴിക്കാൻ. സോ ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങി. നിങ്ങൾ കണ്ട പോലെ ഞാൻ ജസ്റ്റ് ടു ഗോ മേക്കപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജസ്റ്റ് ഇച്ചിരി ബ്ലഷ് ഇടും, കണ്ണെഴുതും, പിന്നെ ലിപ്സ്റ്റിക് ഇടും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനൊന്ന് സുന്ദരിയായി. രാവിലത്തെ കോലത്തേക്കാൾ ഇച്ചിരി മെനിയുള്ള കോലമായില്ലേ. ഇനിയിപ്പോൾ നമുക്ക് സാറാമ്മന് അത് പെട്ടെന്ന് ഇച്ചിരി എന്താ പറയുക, അവൾക്ക് കുക്കുംബറാണ് കൊണ്ടുപോകേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുക്കുംബർ റെഡിയാക്കാം. ഇവിടെ പിള്ളേർക്ക് സ്നീനി എന്ന് പറയും. 9 മണിയാകുമ്പോഴേക്കും ഒരു സ്നാക്കിനാണ് ഈ സ്നീനി എന്ന് പറയുന്നത്. അത് സ്വിസ് ജർമ്മനാണ് ആക്ച്വലി. അപ്പം അതിനു വേണ്ടി ഇച്ചിരി ഒരു സെക്കൻഡ്, കുക്കുംബറാണ് അവൾക്ക് വേണ്ടത്. ഓക്കെ, അവൾക്ക് കുക്കുംബർ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുക്കുംബർ റെഡിയാക്കാമെന്ന് കരുതി. സോ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കട്ടെ കേട്ടോ. അവളുടെ ആഗ്രഹപ്രകാരം അവള് എൽസ, ഇത് എന്തിൻ്റെ എൽസ എന്ന പാത്രമാണ്. അതാണ് ഇവിടെ സ്നേഹി ബോക്സ്. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, പിള്ളേർക്ക് ഇച്ചിരി കുക്കുംബർ കുറച്ചുകൂടി ഒരു രസമായിക്കോട്ടെ എന്ന് കരുതി ഇച്ചിരി എന്താ പറയുക കലാപരിപാടികൾ ഒപ്പിച്ചിട്ടുള്ള രീതിയിലാണ് ബാക്കിൽ ഇത് വേണം കേട്ടോ. എത്ര സ്റ്റക്ക് വേണം? ഫീലേ ഇത് നോക്കിയേ. ഒരു രസത്തിന് ഇച്ചിരി പൂക്കളം ആയിക്കോട്ടെ എന്ന് കരുതി. പൂക്കളമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇച്ചിരി ഡെക്കറേറ്റീവൊക്കെ ആക്കിയിട്ടുണ്ട്. പിള്ളേരെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് പറ്റിക്കുകയാണ്. കഴിച്ചാൽ മതിയായിരുന്നു ചേച്ചി. സോ ഞാൻ 2, 3, 6, 8 സ്റ്റക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ.
കഴിച്ചോണം ഫുള്ളും. നീ ഇത് കഴിച്ചാൽ മതി. ഫീൽ ചെയ്യുന്ന നോയങ്ങിട്ടിട്ടുണ്ട്. ഓക്കെ ഇഷ്കുവേ ഫുള്ളും കഴിക്കണേ. ഓക്കെ സോ സ്നീനി ബോക്സായി. ഇനിയിപ്പം അവളുടെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പുതിയ വാട്ടർ ബോട്ടിൽ മേടിച്ച് അപ്പം ഇനി അതിൻ്റെ അകത്തിട്ട് വെള്ളം നിറയ്ക്കട്ടെ. അപ്പം ഇവിടുത്തെ സ്വിസ്സിലെ വെള്ളം ഗുഡ് ഡ്രിങ്കാണ്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ കൊടുത്തു വിടുന്ന വെള്ളം അവിടെ തീർന്നാലും നമുക്ക് പൈപ്പിൽ നിന്ന് തന്നെ വീണ്ടും എടുത്ത് റെഡിയാക്കാം. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. യെസ്, അപ്പം ഇത് അത്രയും കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ 10 മണി വരെ നിൽക്കണം. അപ്പം ഞാനും ഒരു ചെറിയ കാപ്പി കുടിക്കാമെന്ന് കരുതി. സോ ഞാനും എൻ്റെ കാപ്പി ഒന്ന് ഇതിട്ട്. ഈ പെണ്ണ് ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എത്ര നേരമായിട്ടാണ് ഇരിക്കണേന്നറിയാമോ ഒരു ബ്രെഡുമായിട്ട് അല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല വെതറാണ്, അങ്ങനെ ഒത്തിരി തണുപ്പോ ചൂടോ ഒന്നുമില്ല. രാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി കിളികളോടൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങൾക്കെന്താ? നല്ല ഇങ്ങനെ കിളികളോട് സംസാരിച്ചുകൊണ്ട് ഒരു കാപ്പി കുടിക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. പിന്നെ നമ്മുടെ എൻ്റെ ചെടികളൊക്കെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് എൻ്റെ ചെടികൾ കുറേയൊക്കെ നശിച്ചു പോയി. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൃഷിയൊക്കെ എൻ്റെ റീലിൽ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. ഇതുകൊണ്ട് എല്ലാത്തിൻ്റെയും കോല ഒരുമാതിരി കോന്നായിപ്പോയി. യെസ്, നോക്കാനും നേരം കിട്ടുന്നില്ല. ജോലിയാണ്. അപ്പം ഉണ്ടോ എല്ലാം കരിഞ്ഞു പോയിന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഇപ്പം ഇങ്ങനെ മഴയൊക്കെ വരുന്നത്. ബട്ട് എൻഡ് ഓഫ് ദ സീസൺ. സമ്മർ എന്ന് പറയാൻ അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഓൾറെഡി ഓട്ടത്തിലായിട്ട് നമ്മൾ കടക്കാറായി, കാല് വയ്ക്കാറായി. അതുകൊണ്ട് പിന്നെ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ഇനി കാപ്പി കുടിക്കട്ടെ കേട്ടോ എൻ്റെതായ ലോകത്ത്. ഓക്കെ. സാറാമോ ഇസ് ഫെർട്ടിക്. ഓക്കെ, കമ്മിങ്. ഹലോ. അപ്പം ഡ്രസ്സ് ഇടിച്ചുകൊണ്ടിരിക്കുവാണേ. ഇന്ന് നല്ലൊരു ഉടുപ്പിട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ ഉടുപ്പെടുത്ത് ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഇതാണ് കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര കഷ്ടപ്പാടാണ് കുഞ്ഞിനെ ഡ്രസ്സ് ഇടിയിക്കാൻ, ഇല്ലേ കുഞ്ഞി? യാ ടടാ, കറങ്ങണ ഉടുപ്പ് വേണം അത്ര. എന്നിട്ട് ഇത് കറങ്ങുമോ? അതിന് ആദ്യം ഇങ്ങോട്ട് ഇറങ്ങ്. ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് ചെറിയൊരു കൈയൊക്കെ ഒന്ന് മൂടിയേക്കാന്ന്. ഞാൻ വേറെ ഒരു ഉടുപ്പാണ് ആദ്യം സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആയതിനാൽ ചേച്ചി ഇതിന് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പെടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരു ചെറിയ കാർഡിഗൻ കൈ ഒന്ന് മൂടിയിരിക്കാനായിട്ട്. പിന്നെ ചൂടായിക്കോളായിരിക്കും. ഇപ്പം ഇതാണ്. എന്നിട്ട് എന്താണ് ഈ കറങ്ങണ ഉടുപ്പ്? അതാണ് കറങ്ങണ ഉടുപ്പ്. കറങ്ങണ ഉടുപ്പേ ഞങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ളൂ. സോ അങ്ങനെ ഞാൻ വേർത്തു. ഇവിടെ തലമുടി കിട്ടി. മാക്കാച്ചി നേരെ ഇരിക്കില്ല. അത്ര കൊണ്ട് പെർഫെക്റ്റ് ഒന്നും ആയില്ല. പിന്നെ ഇത്ര മതി അല്ലേ? ഇനി നമുക്ക് ഷൂൾ ടാഷയുടെ അകത്ത് സാധനങ്ങൾ എടുത്ത് വെക്കണ്ടേ? കൊച്ചിൻ്റെ ടാഷ ഒന്ന് കാണിച്ചേ. ഇവിടെ നമുക്ക് ബട്ടൺസ് ഇടാം. സോ ഇതാണ് ഇതാണ് സാറ മെൻഷൻ ചെയ്ത ഒരു ടാഷയായിരുന്നു. ഇത് ആരാ മേടിച്ചു തന്നെ സാറ? മറന്നുപോയോ? അല്ല, ലിയോ കുട്ടനൊക്കെ അല്ലേ മേടിച്ചു തന്നേ? സാറാക്കുട്ടി മറന്നു പോയോ? എന്നാൽ ലിയോ കുട്ടനും അവിടെ സ്കൂൾ അൻഫാങ്ങം ചെയ്യും. ഇന്ന് സ്കൂൾ അൻഫാങ്ങം ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, പ്രത്യേകിച്ച് കിൻഡർഗാർട്ടൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന എല്ലാവർക്കും ആലസ് കുട്ടൻ അൻഫാങ്. എല്ലാവരും പറഞ്ഞേ കുട്ടൻ അൻഫാങ് എന്ന് പറ. സാറ അൻഫാങ്ങം ചെയ്യുന്ന പോലെ എല്ലാവർക്കും കുട്ട സ്റ്റാർട്ട്. പുതിയ കുപ്പിയിൽ നിന്ന് കുടിച്ച് നോക്കിയേക്കാം. വെള്ളമൊക്കെ വരുന്നുണ്ടോ എന്തോ? ഇല്ലേ? അത് ഇച്ചിരി നന്നായിട്ടൊന്ന് ഇത് ചെയ്തേ. സോ ഇത് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. കിട്ടിയോ? വെള്ളം വീണോ?
അത് കുടിക്കുമ്പോൾ അങ്ങോട്ട് പുഷ് ചെയ്യണം. അങ്ങനെ പിടിക്കണ്ട, അങ്ങനെ അല്ലാണ്ടൊന്ന് പിടിച്ച് എന്നിട്ട് പുഷ് ചെയ്തേ, കുത്തിപ്പിടിച്ച്. കിട്ടിയോ? കുപ്പിന്ന് കുടിക്കാൻ പഠിച്ചില്ല. സോ സാറയുടെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇതൊരു മാൽഷിപ്സ് ഉണ്ട്. അവർ മാലം ചെയ്യും, അതായത് പെയിൻ്റ് അടിക്കുമ്പം ദേഹത്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതിങ്ങനെ അല്ലേ? സാറായിട്ട് നോക്കിയായിരുന്നു. എല്ലാത്തിൻ്റെ അത് നമ്മൾ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട് പേര് നൈതിക. അതുപോലെ ഇത്ര ക്ലിയറൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് അച്ചാച്ചയാണ് ചെയ്തത്. അച്ചാച്ച എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. സാറിക്ക് അവിടെ ചെന്നിട്ട് ഇടാനുള്ള ചെരുപ്പ് അല്ലേ? ഫിംഗൻ, വീട്ടിലിടുന്ന ചെരുപ്പിനാണ് അവിടെ ഫിംഗൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പേര് എഴുതിച്ച പിന്നെ തരാം. ഇനി ഇതെന്താ? ഇതിവിടെ സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാവരും ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു സാധനമാണിത്. ഇവിടെ 4 വയസ്സ് തൊട്ട് പിള്ളേർ തന്നെയാണ് സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ഇച്ചിരി വീടൊക്കെ തോന്നുന്നു. ഇവിടെ എല്ലാ പിള്ളേരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് വരുന്ന വണ്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവർ ഇട്ടുകൊണ്ട് പോകണം. ഇതാണ് ഇവരുടെ ഒരു സത്യം പറഞ്ഞ ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. ഇവർക്ക് ഇതിട്ടുകൊണ്ട് പോകുന്നത്. എനിക്ക് തന്നെ കുളിര് പോയിരുന്നു. എനിക്ക് ഈത്തൻ്റെയൊക്കെ ഓർമ്മ വരുന്നു, ഈത്തൻ്റെയൊക്കെ പോയതുപോലെ. ഇതൊരു ജോഡി ഡ്രസ്സ്. ഇൻ കേസ് എന്തെങ്കിലും നനയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് വെക്കട്ടെ. സാറാക്കുട്ടി, നിൻ്റെ സ്നീനി ബോക്സ് അമ്മ ഇതിൻ്റെ അകത്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ പേര് എഴുതിയിട്ടില്ല. പേര് എഴുതണോ? വേണ്ടല്ലോ, ഇത് സാറയ്ക്ക് അറിയാമല്ലേ? ഇല്ലേ? പേരെഴുതണോ? ഓക്കെ, എന്നാൽ പെട്ടെന്ന് പേരെഴുതാം. സാറക്കുട്ടിയുടെ കുപ്പി നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഓക്കെ, അത് വേണ്ട, അത് ചിലപ്പോൾ പോയി അത് നമുക്ക് പിന്നെ ഇടാം. ഓക്കെ, നീ അതെടുത്തിട്ട് ഒന്നിട്ട് ഇറങ്ങാറായി. സോ ഇത് എന്താണ്? മറ്റേ പി ടി കിറ്റാണ്. അതായത് ടൂർണമെൻറ്റ് കിറ്റ് ജനറൽ പറയുമ്പോഴേക്കും പി ടി കിറ്റ്. ഇതിൻ്റെ അത് പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ ഒരു ടൂൺ ഷൂ, അതായത് പി ടിക്ക് ഇടുന്ന ഡ്രസ്സ്, ചെരുപ്പ്, അതും ഇതുപോലെ തന്നെ എല്ലാം പേരൊക്കെ എഴുതി സെറ്റപ്പ് ആക്കി. പിന്നെ ഒരു പി ടിക്ക് ഇടുന്ന ഡ്രസ്സ്, ഒരു ടീഷർട്ടും ഒരു ലെഗിൻസും അങ്ങനത്തെ ഐറ്റംസ് പോലെ. ഓക്കെ, അതായത് സ്പോർട്സ് കിറ്റാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കണം. സോ സാറയുടെ കൂടെ ഞാൻ പെട്ടെന്ന് പേര് എഴുതട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാർക്കർ എടുത്തിട്ട് പേര് എഴുതിയിട്ടുണ്ട്. ഇത് 2 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ, കാരണം നമ്മളത് കഴിയുമല്ലോ. എനി ഹൗ സെറ്റ് ടു ഗോ അല്ലേ സാറാമോ? ഇത് ഐഡന്റിറ്റി ഇന്ന് ഇടണം, പക്ഷെ അമ്മ കൂടെ വരുന്നതാണ് ഇന്ന് ഇടണ്ട. ഓക്കെ, ഇന്ന് സാർക്ക് കീറ്റുള്ള ദിവസമല്ലേ? ഓക്കെ, കം. അപ്പം നമുക്ക് ഇതെല്ലാം സെറ്റായി. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? അങ്ങനെ ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വഴിയാണ്. ഇപ്പം നമ്മൾ നടക്കുന്ന വഴികളൊക്കെ തന്നെയായിരിക്കും. ഓർക്കെ നമ്മൾ ഇവിടെ തന്നെ നടന്നു പോകേണ്ട വഴികളാണ് ഇതെല്ലാം അല്ലേ? തന്നെ നടന്നു പോകണം. കുറച്ചൊരു കഴിയുമ്പോഴേക്കും ഒബ്വിയസ്ലി ആദ്യത്തെ കുറച്ച് സമയം ഞാൻ തന്നെ കൊണ്ടുവരും. അവൾ കൊണ്ടുവരും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശരിക്കും ഭയങ്കര ഇമോഷണൽ ടൈമായിരുന്നു. എനിക്കറിയില്ല ജെൻസിന് എങ്ങനെയായിരുന്നു അറിയില്ല, പക്ഷെ എനിക്കെങ്ങനെയായിരുന്നു എന്നൊന്നറിയില്ല. ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് എടുക്കാനായിട്ട് ഇൻസ്പയർ ആയത് പേളിമാണിയുടെ വ്ളോഗ് കണ്ടിട്ടാണ്. ആക്ച്വലി പേളിമാണിയുടെ വ്ളോഗ് കണ്ടപ്പോഴേക്കും അതിൻ്റെ അകത്ത് പേളിമാണി ഭയങ്കരമായിട്ട് കരയുന്നു അങ്ങനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മീൻസ് ഈട്ടൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായിരുന്നു. ഇതാണ് ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ, അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു സാറ് പോകുമ്പോൾ എനിക്ക് വിഷമം വരും. അങ്ങനെ വെച്ചാൽ 2ാമത്തെ വെച്ചല്ലേ എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ ഇനി മതി കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലായി ഇപ്പോൾ 2-3 ദിവസം മുന്നേ ആയിട്ട് എനിക്കൊരു ഇച്ചിരി എന്താ പറയുക, ഒരു ഉള്ളിൽ നിന്നുള്ളൊരു വിഷമമോ എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ദൈവം 4 വർഷം മുന്നേ ഞാൻ പ്രസവിച്ച് കിടന്നതും ലൈക്ക് പ്രഗ്നൻസി ടൈം തൊട്ടുള്ള കാര്യങ്ങൾ. കോവിഡ് കാലത്തായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ലോക്ക്ഡൗൺ വന്ന സമയത്താണ് ഞാൻ പ്രസവിക്കുന്നത്.
അപ്പം അപ്പം അത് എനിക്ക് ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി അല്ല, നല്ല കഷ്ടപ്പാടുള്ള ടൈമായിരുന്നു. അപ്പം നല്ല കഷ്ടപ്പാടായിരുന്നു. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അത് അനുഭവിച്ചു തന്നെയൊന്നും അറിയേണ്ട കാര്യം തന്നെയാണ്. ബിക്കോസ് ആരും സഹായത്തിനില്ലാണ്ട്. പക്ഷേ പറയാതിരിക്കാൻ മേല, എന്നെ ആ സമയത്ത് ഒരു എന്താ പറയുക, ദൈവമായിട്ട് അയച്ച കുറേ മാലാഖമാരുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം എന്താ പറയുക, ഞാനിങ്ങനെ ആലോചിക്കുന്നു, ആ സമയം ഞാൻ എങ്ങനെ കടന്നുപോയി, ഞാൻ തരണം ചെയ്തു. ജെൻസിനും ഈസി അല്ലായിരുന്നു. 2 പിള്ളേരും വീട്ടിലിരുന്ന് നമ്മൾ കോവിഡ് കാലം ചിലവഴിച്ചതും, പിന്നെ ഇവിടെ നല്ലൊരു കരച്ചിൽ കുട്ടിയായിരുന്നു. ഇല്ല സാറാമോ, നല്ല ഒരു കരച്ചിൽ കുട്ടിയായിരുന്നു. ഒരു വണ്ടി വരുന്നുണ്ട്, സാറാമോ കേൾക്കുന്നുണ്ടോ? വണ്ടിയാണോ അറിയാമല്ലോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പം ഒട്ടും ഈസി ആയിട്ടുള്ള ടൈമല്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം 4 വർഷം കഴിഞ്ഞ് നമ്മളിപ്പം ഇവിടെ സ്കൂളിൽ പോയി തുടങ്ങണു. ഇനി ഒരു മടക്കയാത്ര ഇല്ലല്ലോ. ഇനി സാറാമ്മ പഠിച്ച് മിടിക്കുകയാണ് അല്ലേ സാറാമ്മോ? മിടിക്കാവില്ലേ? സാറാമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാറാമ്മനും എനിക്ക് തോന്നുന്നു വലിയ കാര്യമായിട്ട് അങ്ങനെ ചേഞ്ചസ് ഒന്നും അങ്ങനെ സാറാമോൻ്റെ കിസ്കിത്തി അല്ലേ? സാറാമോൻ്റെ കിസ്കിത്തി. പുതിയ പിള്ളേരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിർത്താനെ കണ്ടില്ലല്ലോ സാറാമ്മ. ഇനി ഇവരെ ആണയിച്ച് പോകാനായിട്ട് ടീച്ചർ വരുമായിരിക്കും അല്ലേ? ടീച്ചർ വരുമായിരിക്കും അല്ലേ? Super! Ja. നോക്കി. സോ ഞാനങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. സാറാമ്മനെ വിട്ട് അവിടെ പാരൻസിന് നിൽക്കാൻ പറ്റുന്ന ടൈമെല്ലാം നിന്നിട്ട് തിരിച്ചിങ്ങ് പോകുന്നു. സാറാമ്മ നല്ല കരച്ചിലായിരുന്നു, സീനായിരുന്നു ഇച്ചിരി. അവൾ മാത്രമേ സീനുണ്ടാക്കിയുള്ളൂ. ആസ് യൂഷ്വൽ നിങ്ങളുടെ ഡ്രാമാക്ക് പ്ലീസ് കമോൺ മിസ്റ്റർ ജെൻസ്. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ടാക്കി ഞാനിപ്പോൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ 10-12 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയി ജസ്റ്റ് ഒന്ന് വിളിക്കണം. ബട്ട് അവൾ പെട്ടെന്ന് തന്നെ അവൾ ടീച്ചറിനെ കണ്ടപ്പോൾ അതെ ടീച്ചറെ ചെന്ന് വിളിച്ചുകൊണ്ട് പോയി കളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇച്ചിരി ഒന്ന് കൊഞ്ചിച്ച് സന്തോഷമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ അത് പോയി. അപ്പോൾ അങ്ങനെ അവളുടെ ഫസ്റ്റ് ഡേ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതന്നെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബട്ട് ഇറ്റ്സ് നൈസ്. ഇമോഷണൽ ആണോ എന്ന് വെച്ചാൽ ഇമോഷണൽ ആണ് അല്ലേ? അങ്ങനെ നമ്മുടെ 2ാമത്തെ കൊച്ചു വലിയ കുട്ടിയായി. ഇനിയിങ്ങനെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. പക്ഷേ നൈസ് ഫീലിംഗ്. അപ്പോൾ ഒന്നോടെ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് സ്കൂളും കിൻഡർ ഗാർട്ടനും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു കൂട്ടി സ്റ്റാർട്ട്, അതായത് എന്താ പറയുക, നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് എവരി വൺ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, എന്നാൽ ശരി കേട്ടോ. ഓക്കെ.